സ്തോത്രം. അനുഗ്രഹപ്പെട്ട അമികാലയുടെ സ്തോത്രം. ഒരു വചനം അമികാലയുടെ പ്രിയ മകൾ വഴി കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഒരുക്കിയ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പാപത്തിൽ വിതച്ചാൽ അതിനകത്ത് എന്തേ വരത്തുള്ളൂ? തിന്മയെ വരത്തുള്ളൂ. ലോകത്തില നമ്മൾ വിതയ്ക്കുന്നെങ്കിൽ ലോകപരമായുള്ളതേ വരത്തുള്ളൂ. പക്ഷെ ആത്മാവിൽ വിതയ്ക്കുന്നെങ്കിൽ ആത്മാവ് പ്രകാരമുള്ള പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വം അനുഭവിക്കാൻ കഴിയും, ഉയർച്ച അനുഭവിക്കാം. അതിനകത്ത് ദൈവം കൊടുത്ത ആ വാക്കുകൾ അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ തോട്ട്സുകൾ അതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ആ വാക്യങ്ങൾ ഏറ്റവും വലിയ അർത്ഥവത്തായ കാര്യങ്ങളാണ്. പൗലോസ് എഴുതിയ ലേഖനമാണ് ഗലാത്യർ ലേഖനം എന്ന് പറയുന്നത്. പുതിയ നിയമസഭയ്ക്കകത്ത് വലിയൊരു ഫൗണ്ടേഷനാണ്, വലിയൊരു ബലമാണ് എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്കെല്ലാം ഒരു വലിയ ബലം നൽകുന്ന ഒരു വചനഭാഗമാണ് വായിച്ചത്. അപ്പോഴ് ആത്മാവിൽ വിതച്ചാലേ ആത്മാവിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൊയ്യുവാൻ കഴിയത്തുള്ളൂ, പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. നന്മകളെ, അനുഗ്രഹങ്ങളെ, നിത്യതയെ പ്രാപിക്കണമെങ്കിൽ ആത്മാവിൽ എന്ത് ചെയ്യണം? വിതയ്ക്കണം. സ്തോത്രം. നമ്മൾ വിതയ്ക്കുന്നത് പോലെ ആയിരിക്കും. കർത്താവിന്റെ വചനത്തിനകത്തൊരു ഭാഗ്യം പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ചിലയിടത്തെല്ലാം എടുത്തപ്പോൾ ആ വാക്യം പലപ്പോഴും എനിക്ക് ഓർമ്മ വരും. എന്തുവാ? നീ അളന്നു കൊടുക്കുന്ന അളവായിരിക്കും നിനക്ക് വളർന്നു കിട്ടുന്നത്. നീ അളന്നു കൊടുക്കുന്ന അളവിനാലായിരിക്കും ആരളന്നു തരുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് പടി വലിയ സ്കെയിൽ വെച്ചിട്ടുണ്ട്, മീറ്റർ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചായിരിക്കും ആര് പ്രതിഫലം തരുന്നത്? കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നത്. ഇന്ന് ഇവിടുത്തെ ആരാധന എന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു ആലോചന ഞാൻ പറയാം. ആലോചന പറയുന്ന മുമ്പേ അത് വചനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കാം. ദേവാലയത്തിനകത്ത് കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കുറെ സ്തോത്രം ശുശ്രൂഷകൾ ദേവാലയത്തിനകത്ത് ചെയ്തിട്ടുള്ളത് കുറച്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാം പുറത്താണ് ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ മരുഭൂമിക്കകത്ത് കർത്താവ് ഇരിക്കുന്നിടത്ത് ജനം കൂടി വരുവാണ്. ദേവാലയത്തിനകത്ത് ശുശ്രൂഷിച്ചത് കുറച്ച് ദേവാലയങ്ങളിനകത്ത് മാത്രമേ കർത്താവ് എന്ത് ചെയ്തുള്ളൂ? ശുശ്രൂഷിച്ചിട്ടുള്ളൂ. അപ്പൊ ദേവാലയത്തിനകത്ത് കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂനിയ സ്ത്രീ കയറി വരും. അപ്പൊ ദേവാലയവുമായി അവർക്ക് വലിയൊരു ബന്ധമുണ്ട്. കർത്താവ് പറയുന്നുണ്ട് 12 വർഷം കൊണ്ട് ഒരു സ്തോത്രം, അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് 15, ഓരോ വർഷം പറയുന്നുണ്ട്. ഓരോ രോഗിയുടെ വർഷങ്ങൾ പറയുന്നുണ്ട്. ഈ വർഷങ്ങൾ ഓർമ്മപ്പെടുത്തി എന്തിനു വേണ്ടിയാ? ഇത്രയും വർഷം ഒരു രോഗിയായ പോലും ആരെ സ്തുതിക്കാൻ മറന്നിട്ടില്ല? ദൈവത്തെ സ്തുതിക്കാൻ മറന്നിട്ടില്ല. ദേവാലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ മറന്നിട്ടില്ല. രോഗം അവർക്കൊരു വിഷയമല്ല. അവര് കൂലി കൊണ്ടാണ് വരുന്നത്. അവർക്ക് കൂലൊരു വിഷയമല്ല. അവരുടെ ഹൃദയം ഒരുക്കമാണ്. ശരീരത്തിൽ അവർക്ക് കൂരെങ്കിൽ അവരുടെ ഹൃദയം എന്തുവാ? ആരുമായിട്ട് ഒരുക്കമാ. നേരത്തെ വായിച്ചതുപോലെ ആത്മാവിന്റെ വിതയ്ക്കാൻ വന്നിരിക്കുക, ആത്മാവിന്റെ പ്രാപിക്കാൻ വന്നിരിക്കുക. ലോകപരമായി വിതയ്ക്കുന്നുവെങ്കിൽ ഈ കൂലി വരുന്ന അവര് വീട്ടിൽ ഇരിക്കത്തേ. കൂലി നോക്കിയോ അവര് ദേവാലയത്തിനകത്ത് കയറുക. യേശുവിന് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അടുത്ത ഭാഗത്തിനകത്ത് പറയുന്നു, അമികളിലെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ വരുന്നു. പ്രയാസപ്പെട്ടാണ് വരുന്നത്. പക്ഷെ അവരും ദേവാലയത്തിനകത്ത് വരാൻ എന്ത് ചെയ്യുന്നില്ല? മടിക്കുന്നില്ല. എനിക്ക് രോഗമാണെന്ന് പറഞ്ഞ് അവൻ ഒതുങ്ങിയിരിക്കുന്നില്ല. അവൻ ദേവാലയത്തിനകത്തേക്ക് കടന്നു വരുന്നു. അപ്പോൾ പുറമേയുള്ള മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നതൊന്നുമല്ല ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം. പറഞ്ഞു മനസ്സിലാക്കിയോ? പുറമേയുള്ള ഒരു രോഗമാണ്. അത് രോഗമായാലും പ്രയാസമായാലും സങ്കടമായാലും എന്റെ അകത്തിരിക്കുന്ന മനുഷ്യനുമായിട്ടാണ്, അകത്തിരിക്കുന്ന ഹൃദയവുമായിട്ടാണ്. ആർക്ക് ബന്ധം? ദൈവത്തിന് ബന്ധമുള്ളത്. നമ്മൾ അകത്തിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ഹൃദയത്തെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ട് ദൈവം അകത്തിരിക്കുന്നു പറയുന്നത്. അവരെ ആർക്ക് വേണ്ടത്? അല്ല പുറമേ ഉള്ളത് പറഞ്ഞ്, ബലഹീനകൾ പറഞ്ഞു മടിച്ചിരിക്കുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നമ്മളെല്ലാം പുറമേ പറഞ്ഞിരിക്കുകയോ മടിച്ചിരിക്കുന്നത് ആണോ? പുറമേ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മൾ മടിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് അവനെയല്ല വേണ്ടത്, അകത്ത് ഇരിക്കുന്ന ഒരു ദൈവം.
ദൈവം അകത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയം ഓക്കെ ആവണം, എങ്കിലേ ആരിയ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ദൈവം, കർത്താവ് അകത്താ വസിക്കുന്നതെന്ന് പറയുന്ന കാര്യം എന്തുവാ? നീയും ദൈവമായിട്ടും അകന്നിട്ടില്ല, അടുത്തായിരിക്കുന്നത്. ആർക്കും അത് അകത്താൻ പറ്റത്തില്ല. അകത്തണമെങ്കിൽ നീ തീരുമാനിക്കണം, നീ ചിന്തിക്കണം, നീ പാപം ചെയ്യണം, എങ്കിൽ മാത്രമേ ദൈവം നിന്നിൽ നിന്ന് വിട്ടുമാറത്തുള്ളൂ. അതുവരെ ദൈവം ചെയ്യുക നിന്റെ അകത്തായിരിക്കും. അത്രയ്ക്ക് ഡീപ്പായിട്ട് ബന്ധം ആരുമായിട്ട്? കർത്താവ് യേശു നമ്മളുമായിട്ടിരിക്കുന്നത്. ഒരു ദുഃഖിക്കുന്ന വാർത്ത കേട്ടിട്ട്, ഒരു പ്രയാസ വാർത്ത കേട്ടിട്ട് നീ അല്പനേരം മുഴങ്കാലം ഇറക്കി പ്രാർത്ഥിച്ചാൽ, ആ പ്രയാസം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നീ ചിന്തിച്ച് പലതും കൂട്ടും. പക്ഷെ ആ സമയം കൊണ്ട് നീ കടകടച്ചൊന്ന് പ്രാർത്ഥിക്കായിരുന്നു നോക്ക്, അകത്തിരിക്കണം പുറത്തു വരും. ഇതുവരെ കിട്ടാത്ത സമാധാനം, ഇതുവരെ കിട്ടാത്ത അനുഗ്രഹം, ഇതുവരെ കിട്ടാത്ത സാന്ത്വനങ്ങൾ, ഇതുവരെ കിട്ടാത്ത വാക്കുകൾ ആര് തരും? കർത്താവ് തരും. പക്ഷെ നമ്മളത് ചിന്തിക്കൂ, നമ്മൾ ചെയ്യൂ. നമ്മൾ അപ്പോഴിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയോ, എന്തോ ആവും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റാത്തത്, യേശുവെന്തെന്ന് രുചിച്ചറിയാൻ പറ്റാത്തത്. ഹല്ലേലൂയ. യേശുവെന്തെന്ന് രുചിച്ചറിയുവാൻ പറ്റാത്തത്. സ്തോത്രം. ഇന്ന് സ്തോത്രം തങ്കമത്സ്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തോട്ടെ. സ്തോത്രം. ഇന്ന് ഇത്രയും കാലം പറയാത്ത ആള് ഇന്ന് പറയാൻ കാര്യം എന്തുവാ? കർത്താവ് ആരെ സ്നേഹിക്കുന്നുണ്ട്? തങ്കമത്സ്യനെ സ്നേഹിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരെ എഴുന്നേൽപ്പിക്കും. നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നില്ല എങ്കിൽ ആരും നമുക്ക് വേണ്ടി എഴുന്നേൽക്കില്ല, പ്രാർത്ഥിക്കത്തില്ല. ഞാൻ കർത്താവിന്റെ സന്നിധി വന്നപ്പോ എന്റെ വീട്ടുകാരല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പുറത്തുള്ള അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാത്ത അനേകം സഹോദരിമാര് പലപ്പോഴും എന്നെ കാണുമ്പോ പറയുന്നുണ്ട്, ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പോർക്ക് എന്നെ ഇത്രയും പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളോട്ട് എന്തോ ബന്ധമുള്ളത്? അതാണ് ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധം. അതാണ്. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്ന്, ഞാൻ എന്റെ അനുഭവം ഞാൻ പറയാം. എനിക്കൊരു ആവശ്യം വന്നു, ഒരാളെ ഉറക്കം കെടുത്തു. എന്റെ ആവശ്യം തരുന്നത് വരെ 6 കെടുത്തും ഒരാളെ ഉറക്കം കർത്താവിന്റെ കെടുത്തും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാനും അദ്ദേഹത്തെ ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തു. ആര്? കാര്യം എന്തുവാ? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ തെളിവ് അവിടെ ഉറക്കം കെടുത്തുന്നത്. എനിക്ക് വേണ്ടി ഒരുക്കി തരുന്നവരെ അവിടെ സമാധാനം കിട്ടത്തില്ല. എനിക്ക് ഒരുക്കി തരുമ്പോ അയാൾ സമാധാനമായി, ഞാൻ സമാധാനമായി. അപ്പൊ ആര് സ്നേഹിക്കുന്നുണ്ട്? അപ്പൊ ആരുമില്ലെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. ആരുമില്ലാത്തെങ്കിൽ നീ ഭാഗ്യവാനാണ്. കാര്യം എന്തുവാ? കർത്താവ് കൂടെ. സ്തോത്രം. ഞാന് ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം വിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നിൽ വന്നപ്പോഴാ എന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇന്നും എനിക്ക് ആ സ്വന്തത്തോടും ബന്ധത്തോടും ഒരു താല്പര്യമില്ല. കാര്യം എന്തുവാ? ഞാൻ അതിനകത്ത് ഒരു സെന്റിമെന്റ്സും എനിക്കില്ല. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, കർത്താവേ പലർക്കും ഭയങ്കര സെന്റിമെന്റ്സ്, എനിക്ക് എന്താ സെന്റിമെന്റ്സ് വരാത്തെ? കർത്താവ് പറയുന്നുണ്ട്, നീ ആ സെന്റിമെന്റ്സിന്റെ കൂടെ പോയാൽ ഞാൻ അങ്ങ് മാറും. ഞാൻ വേണോ അവര് വേണോ? ഞാൻ പറഞ്ഞ കർത്താവ് മതി. കാര്യം എന്തുവാ? എനിക്കറിയാം എന്റെ കൂടെ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആശ്വസിപ്പിച്ച ഒരു വേറൊരാളില്ല. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. മനുഷ്യൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യൻ പലപ്പോഴും എന്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് വരുമ്പോൾ എന്നെ തള്ളി പറയും. പക്ഷെ അന്നും എന്നെ തള്ളി പറയാതിരുന്നതും അന്നും ഇന്നും എന്നെ തള്ളി പറയാതിരുന്നത്, മരണം മുഖാമുഖം കണ്ടപ്പോഴും എന്നെ തള്ളി പറയാതെ എന്നെ ചേർത്ത് പിടിച്ചത് ആരാണ്? നസറനായ യേശുപ്പച്ചനാ. യേശുപ്പച്ചന്റെ സ്നേഹം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഡീപ്പായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ സ്നേഹത്തിന് അപ്പുറമായ ഒരു ബന്ധം എനിക്ക് വേണ്ട. അതിനപ്പുറമായി ഏത് ബന്ധമായാലും ആ ബന്ധത്തോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യം യേശുപ്പച്ചനുമായിട്ടുള്ള സ്നേഹം. സ്തോത്രം. ഇന്ന് കർത്താവ് വെളിപ്പെടുത്തിയ ദൂതിയെ പറയാം. വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവിന് എന്ത് ചെയ്തു? ആരും വന്ന് പറഞ്ഞില്ല, യേശുപ്പച്ച ഇല്ല, പുള്ളിക്കാരൻ വർഷങ്ങൾ കൊണ്ട് രോഗിയായിട്ടിരിക്കുക, അദ്ദേഹത്തെ ഒന്ന് തുറന്നു. അവിടെ സൗഖ്യമാക്കുന്നവർക്ക് ഇഷ്ടമല്ല. യഹൂദന്മാർക്ക് അല്ലെങ്കിൽ മഹാപുരോഹിതന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, പണ്ഡിതന്മാർക്ക്, ദേവാലയം ശുശ്രൂഷിക്കുന്നവർക്ക് അന്ന് സൗഖ്യമാക്കുന്ന ഇഷ്ടമല്ല. അന്ന് ശബത്ത് നാളാണ്. ശബത്ത് നാളാണ്. കർത്താവിന്റെ വചനം മാത്രമേ അവിടെ ഇഷ്ടമുള്ളൂ. വചനം മാത്രം പ്രസംഗിച്ചാൽ മതി, വേറെ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. യേശു അവനെ കണ്ടപ്പോൾ മനസ്സറിഞ്ഞു. യേശു അവനെ കണ്ടപ്പോൾ
മനസ്സലിഞ്ഞു. അവൻ കൂനിയായി സ്ത്രീ കടന്നു വരുന്ന കണ്ടപ്പോൾ യേശുവിന് എന്ത് ചെയ്യും? മനസ്സലിഞ്ഞു. ഞാൻ പലപ്പോഴും ഈ സ്റ്റെപ്പ് ഉള്ളത് നല്ലതാണ്, ചിലപ്പോൾ എല്ലാം ഓർക്കുന്നത് നല്ലതാണ്. കയറി വരുന്നതെല്ലാം കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിലപ്പം വേദനിക്കാറുണ്ട്. ഞാൻ നോക്കാറുണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ. ഞാൻ അധികം നോക്കത്തില്ല, പെട്ടെന്ന് മോഹം മാറ്റും, വേദനിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം നോക്കിയാൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞു. കാര്യം എന്തുവാ? ഈ വില കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഇന്ന് ദൂത് അതാ വെളിപ്പെട്ടത്. കൈ പൊക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാല് പൊക്കാൻ പറ്റുന്നില്ല, അല്ല ശരീര അസ്വസ്ഥത. ഇന്ന് കർത്താവിനോട് പറയാം, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവജനത്തെ പഠിപ്പിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, കർത്താവേ ഈ കൈ എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല, ഈ കൈയോട് പൊക്കി എന്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, ആരാധിക്കാൻ എന്റെ ഈ കൈയുടെ കെട്ടൊന്ന് പൊട്ടണേ. അപ്പൊ ഈ കൈ എനിക്ക് പൊക്കാൻ ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ കൈ കൊണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ചെയ്യും. എവിടെ ചെന്നാലും ഹല്ലേലൂയ പറയും. ഈ കൈ ഉയർത്തി തന്നെ പറയും. ഈ കൈ ഉയർത്തി തന്നെ ദൈവത്തെ സ്തുതിക്കും. അപ്പൊ എവിടെ ചെന്നാലും ഞാൻ സാക്ഷ്യം പറയും. ഞാൻ സാക്ഷ്യം പറയും. എന്റെ ദൈവം എന്റെ കൈക്ക് ചെയ്ത ഉപകാരം, എന്റെ കൈക്ക് വേണ്ടി അത്ഭുത പ്രവർത്തിയെ ഞാൻ എന്തും വർദ്ധിച്ചു പറയും. അപ്രകാരം എന്റെ ഈ കൈക്കൊന്ന് സൗഖ്യമാക്കി തന്നു നോക്ക്. എന്റെ യേശുവിന് വേണ്ടി മാത്രം ആ കരങ്ങൾ ഞാൻ ഉപയോഗിക്കും. സ്തോത്രം. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾക്ക് രോഗമാവട്ടെ, കൈയുടെ വേദന ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാലിന്റെ വേദന പറഞ്ഞതേ ഉള്ളൂ, ശരീരത്തിന്റെ ഏത് രോഗമാവട്ടെ അങ്ങോട്ട് തലേ കൈ അങ്ങോട്ട് വെച്ചിട്ട് പറയണം, കർത്താവേ ഈ ശരീരത്തെ മൊത്തം നിർമ്മിച്ചത് അങ്ങ, ഈ ശരീരത്തെ നിർമ്മിച്ചത് അങ്ങ, ഈ ശരീരത്തെ ഉണ്ടാക്കിയ അങ്ങ, അംഗവൈല്യമില്ലാതെ അപ്പ ഉച്ചകാലം വരെ അങ്ങ് ഈ ശരീരത്തെ നശിച്ചിട്ടുണ്ടെങ്കിൽ, അംഗവൈല്യം ഉണ്ടെങ്കിൽ പോലും അതിനെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തിന് കാര്യം ഈ ശരീരത്തിന്റെ ഓരോ നാടി നരമ്പിനെ ഉണ്ടാക്കിയത് കർത്താവെങ്കിൽ എനിക്ക് രോഗിയായിട്ടല്ല ഞാൻ സഭയിൽ പോകേണ്ടത്, ഞാൻ രോഗിയായിട്ടല്ല നടക്കേണ്ടത്, ഞാൻ ദൈവമായി എന്ന് പറഞ്ഞിട്ട് രോഗിയായിട്ട് ഇരിക്കാനല്ല. രോഗങ്ങൾ ബാധകൾ എന്റെ ശരീരത്തിനകത്തൊന്ന് അഴിച്ചിട്ടാപ്പാ പിതാവേ, തൂങ്ങിയ സ്ത്രീയോട് ദൈവത്തിന് മനസ്സറിഞ്ഞതുപോലെ, ദേവാലയത്തിനകത്ത് ചെന്നപ്പോ ദൈവത്തിന് മനസ്സറിഞ്ഞതുപോലെ, ദൈവത്തിന് വില കൊടുക്കുന്നത് കണ്ടപ്പോ മനസ്സറിഞ്ഞതുപോലെ, അവൻ തോറ്റിച്ച കൈയുള്ളവനോട് മനസ്സറിഞ്ഞതുപോലെ ഇന്ന് പകല് എന്റെ മേലൂന്ന് മനസ്സറിയപ്പാ. എനിക്ക് തരുന്ന ആരോഗ്യം, എനിക്ക് തരുന്ന ശരീരം, എനിക്ക് തരുന്നതല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കും. ആ ദൈവത്തെ വർണ്ണിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കും. ഇന്ന് പകൽ അതിനെതിരായി നിൽക്കുന്ന ദുഷ്ടാത്മ ശക്തിയുടെ ബന്ധനങ്ങൾ എന്റെ ശരീരത്തിനകത്ത് ഒന്ന് അഴിഞ്ഞു മാറണമേ. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ട് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നിന്റെ ശരീരത്തിനകത്ത് വെച്ചിരിക്കുന്ന രോഗബന്ധനങ്ങള്, പിശാചി വെച്ചിരിക്കുന്ന രോഗബന്ധനങ്ങള് യേശുക്രിസ്തു പറയുക, യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പോവുക, യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പോവുക, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കാൻ പോവുക, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. വിശ്വസിക്ക് അതിന് നമുക്ക് വെളുക്കണം. നമ്മുടെ കൃപ പരിഗട്ട്, ദൈവജനത്തിലേക്ക് കൃപ പരിഗട്ട്, യേശുവിന്റെ നാമത്തുള്ള ദൈവത്തിന്റെ വചനപ്രകാരമുള്ള കൃപ പരിഗട്ട്, ദൈവത്തിന്റെ സ്നേഹമോട്ട് പെരുകട്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട് പെരുകട്ട്, ദൂരമോട്ട് പെരുകട്ട്. അതിന്റെ ജയത്തോട് പുറത്തു വരട്ടെ. ആത്മാവിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ, ആ ദൈവത്തിന്റെ മഹത്വത്തോടെ, ആ ദൈവ കൃപയോടെ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഈ 12 വർഷം കൊണ്ടും 18 വർഷം കൊണ്ടും രക്തസ്രാവയായ സ്ത്രീയെ സൗഖ്യമാക്കി. ഇതെല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ മടുത്തു പോകാതിരിക്കാൻ ഈ സാക്ഷ്യം ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നതിന് വേണ്ടിയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, അങ്ങോട്ട് അവകാശമായിട്ട് പ്രാർത്ഥിക്കും. ഇന്ന് പകരം പറഞ്ഞ ദൂതൊന്ന് ഏറ്റെടുത്തോണം. ഉച്ച മുതലുള്ള കാലം വരെ കർത്താവേ എന്റെ ശരീരത്തെ എന്ത് വന്നിരിക്കാൻ, എന്റെ ശരീരത്തെ ബന്ധിക്കുന്ന ബന്ധനം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്റെ ശരീരത്തെ അലട്ടുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മി ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ജഡത്തിനകത്തുള്ള ഓരോ അവയവത്തെ സൃഷ്ടിച്ചത് കർത്താവെങ്കിൽ, തമ്പുരാനെങ്കിൽ,
തമ്പുരാനെ ഇന്ന് അങ്ങയുടെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ആരാധനയ്ക്ക് പോകുന്ന തടസ്സമുണ്ട്. ഇതൊരു തടസ്സമാണ്. ഇതൊന്ന് മാറട്ടെ. എന്റെ ശരീരം എന്തൊക്കെ ദൈവം എനിക്ക് തരുന്നു അതെല്ലാം അങ്ങേക്ക് വേണ്ടി, അങ്ങേ ഉയർത്തുവാൻ വേണ്ടി, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, അങ്ങേക്ക് വേണ്ടി ശക്തമായി ഇന്ന് മുതൽ ഞാൻ തീരുമാനമെടുക്കുക. അത് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടും. രണ്ട് കൈ സൗഖ്യമുള്ളവനായിട്ട് കല്യാണത്തിന് പോകാനല്ല, എന്റെ രണ്ട് കൈയുള്ള സൗഖ്യമുള്ളവനായി എനിക്ക് ദൈവത്തെ പാടി ആരാധിക്കാൻ, കരമടിച്ച് ആരാധിക്കാൻ, ആത്മാവിൽ ആരാധിക്കാൻ, രണ്ട് കാല് കൊണ്ട് നൃത്തം ചെയ്ത് ആരാധിക്കാൻ യേശുവേ ഇന്ന് ഏത് രോഗമാവട്ടെ, ഏത് പാരമ്പര്യമാവട്ടെ, ഇന്ന് പാലുണ്ടാക്കാൻ പോവുക. ദൈവത്തിന്റെ ദൂതത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. വെളിപ്പെടാൻ പോവുക. ഓ ദൂതം വെളിപ്പെടട്ടെ. കർത്താവിന്റെ സൂപ്പർ പവർ, ദൈവത്തിന്റെ ശക്തി, ആ യേശുവിന്റെ സൂപ്പർ പവർ ഇത് പകലങ്ങോട്ട് വെളിപ്പെടാട്ടെ. പ്രാർത്ഥിക്കണം. ആ സൂപ്പർ പവർ, ആ പവർ എന്റെ പേരിൽ ഒന്ന് വെളിപ്പെടാട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യും മാറ്റും. ഇന്ന് ഓരോ വിഷയത്തിനും പ്രാർത്ഥിക്കാൻ ദൈവം ഓരോ വഴി പറഞ്ഞിട്ടുണ്ട്. ആ വഴി അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട രീതി പ്രാർത്ഥിച്ചാൽ ആര് മറുപടി തരും? സ്തോത്രം. നമുക്ക് ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടിയാൽ സ്തോത്രം, ഒന്ന് നമ്മൾ രോഗിയാക്കുന്നു, രണ്ട് ഒരിക്കലും പരിഹാരം കിട്ടുന്നില്ല. ഈ രണ്ട് വിഷയം കൊണ്ട് മാറ്റി വെച്ചിട്ട് ആ സമയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കരുത്. ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. കാര്യം ഇല്ല വിഷയമാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇല്ല വിഷയം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇതാണ് പിശാചിന്റെ പരിപാടി. ഇതാണ് പത്രോസ് പറഞ്ഞ് അലർന്ന സിംഹം പോലെ ആര് നടക്കുക? പിശാചി നടക്കുക. അലർന്ന സിംഹം എന്നെല്ലാം പറയുമ്പോൾ കാഴ്ചമുണ്ടാക്കി എന്നിട്ട് സിംഹം ഹണ്ട് ചെയ്ത് വരുന്നതായിരിക്കും ചിലരുടെ ചിന്ത. അതെല്ലാം കൊണ്ട് മാറ്റണം. അതല്ല, നിന്നെ നോക്കിയിരിക്കുക എവിടെ അടിക്കണം, നിന്നെ തളർത്തുന്ന എവിടാ. നമ്മള് പ്രതികൂലമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ രോഗമാവട്ടെ, അല്ലെങ്കിൽ ഒരു പ്രതികൂല വാർത്ത കേട്ടാൽ പതറിപ്പോലെ ദൈവമക്കളെ നമ്മൾ എന്ത് ചെയ്യണം? പതറല്ലെന്നെല്ലാം പറഞ്ഞാലും നമ്മൾ പതറും മനുഷ്യന്. ഓക്കെ, ഒരു 5 മിനിറ്റ് നീ പതറും, പിന്നെ അങ്ങോട്ട് ദിവസം അപ്പോഴും പറയും പാസ്റ്റർ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനേ തോന്നുന്നില്ല. അപ്പോഴും വിശാലുള്ളത് നീ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്നില്ല. പിശാച് ഇതല്ലേ ഹൃദയത്തിനകത്ത് പറയുന്നത്, നമ്മളെ ചിന്ത പറയുന്നത്. എത്രയൊക്കെ പ്രാർത്ഥിച്ചു, എത്രയെല്ലാം ആരാധനയ്ക്ക് പോയി, എത്രയെല്ലാം ദൈവത്തെ ചോദിച്ച്. പാസ്റ്റർ വിളിക്ക് ഇടയ്ക്ക് വെച്ചൊരു പരിശുദ്ധാത്മാവ് പറയും, പാസ്റ്ററെ വിളിച്ചോന്ന് പറയാം. ഓ എന്തിനാ പറയുന്നത്? എപ്പോഴും മനുഷ്യനോട് പറഞ്ഞിട്ട് ആ മനുഷ്യനെ തന്നെ നമ്മൾ തലവേദനയാവും. ഇതെല്ലാം ആര് കൊണ്ടുവരുന്നതാ? തലവേദന ആയാലും എനിക്ക് തന്ന പാസ്റ്റർ പറഞ്ഞിട്ടേ ഉള്ളു കാര്യം. അദ്ദേഹത്തെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ കുത്തിയിരുത്തി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. കാര്യം എന്റെ ഇടയനായിട്ടുണ്ടെങ്കിൽ ആടുകളെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് ശക്തമായിട്ട് അങ്ങോട്ട് പറയുമെങ്കിൽ പിശാച് അവിടെ പൊടിയാൻ തുടങ്ങും. പിശാചിന്റെ പ്ലാൻ പൊടിയാൻ തുടങ്ങും. ദൈവദാസൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളെ കണ്ണുനീരുള്ള പ്രാർത്ഥന സ്വർഗം കൊണ്ട് കേൾക്കാൻ തുടങ്ങും. എങ്ങനെ 1 2 പേർ എവിടെ കൂടുന്നു അവരുടെ മധ്യയിൽ ഇറങ്ങി വരുമെന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് അവിടെ കൊണ്ട് വ്യാപരിക്കാൻ തുടങ്ങും. ദൈവദാസൻ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ ദൈവദാസൻ പോകുന്ന വഴിക്ക് ആ വിഷയത്തെ ചൊല്ലി അവിടെ കരയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷയം 1 2 പേര് കൂടിയേക്കുക. അവരെ ആര് മറുപടി തരും? യേശു മറുപടി തരും. മറുപടി തന്നില്ലെങ്കിൽ ഈ വചനം വെറുതെ ആവത്തേക്ക്. വചനം വെറുതെ ആവും. നമ്മൾ വെറുതെ ആയാലും വചനം വെറുതെ ആവും. വീടിനകത്ത് റൂമിനകത്ത് നീ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ ദൈവദാസൻ ചിലപ്പോ യാത്രയിലാവാം, ദൈവദാസൻ ചിലപ്പോ ഭവനത്തിലാവാം. ആ ദൈവദാസന് കരയാൻ തുടങ്ങും. വിഷയത്തിനകത്ത് ഉള്ളിലങ്ങോട്ട് നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ ആരിറങ്ങി വരും? വചനം വെളിപ്പെടുത്തുക. 1 2 പേർ ഒരു ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആർക്കിറങ്ങി വന്നേ പറ്റൂ? 2 പേര്, ഒരാൾ തിരുവനന്തപുരത്ത് ഒരാൾ കൊല്ലത്തും ഇരുന്നാൽ മതി.
രണ്ടുപേരും തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കണ്ട, മനസ്സൊന്നിച്ചാൽ മതി. അതാ ദൈവം കണക്കൂട്ടിയെ, മനസ്സൊന്നിച്ചാൽ മതി. അല്ലാതെ ഞാൻ ചവറയിരുന്ന് പ്രാർത്ഥിക്കുക, പാസ്റ്റർ ഇവിടെ വരട്ട് പ്രാർത്ഥിക്കട്ട്, അതല്ല. ചവറയിലോ ഒട്ടാരക്കരയിലോ ഇരുന്നാ മതി, പക്ഷെ മനസ്സ് ആ വിഷയത്തിന് വേണ്ടി ഇരിക്കണം, പ്രാർത്ഥിക്കണം. ആമേൻ. അതുകൂടെ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? ആ നിമിഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആരാണെന്നും ദൈവത്തിന്റെ ആത്മാവാണ്. ആര് മറുപടി തരും? വചനം പറഞ്ഞിരിക്കുക, മറുപടി തന്നേ പറ്റും. വചനം ചുമ്മാ എഴുതി വെച്ചേക്കുമല്ല. അവൻ ഞാൻ ചിലപ്പോൾ ചുമ്മാതെല്ലാം ജീവിച്ചാണ്, പക്ഷെ വചനം ചുമ്മാ വെച്ചേക്കുമല്ല. വചനം പറയുന്നു, രണ്ടുപേര് കൂടുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. സ്തോത്രം. സഭ 2 ആഴ്ച കൊണ്ട് കൈകോർത്ത് പ്രാർത്ഥിച്ചപ്പോഴേ ഇളകാൻ തുടങ്ങി. ശത്രുവിന്റെ പല പ്ലാനും പദ്ധതി ഇളകാൻ തുടങ്ങി. ഇനി എല്ലാ ആഴ്ച അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവന് നിൽക്കാൻ പറ്റാതെ അവൻ എന്ത് ചെയ്യും? ഓടാൻ തുടങ്ങും. അലർന്ന സിംഹം എന്ന് പറയുമ്പോൾ നമ്മൾ കാഴ്ചയുണ്ടായിട്ടാണ് സിംഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോകുന്ന സിംഹത്തെ അല്ല കാണുന്നത്. പിശാച് ഇങ്ങനെ പ്ലാൻ കൊടുക്കുന്നത്, നീ എത്ര പ്രാർത്ഥിച്ചടാ, എത്രയെല്ലാം ഉപവാസം ഇരുന്നടാ, എത്രയെല്ലാം വിളിച്ചടാ, നിനക്ക് മറുപടി ഉണ്ടോ? അപ്പൊ അവൻ എന്ത് ചെയ്തു? ജയിച്ചു. നമ്മൾ ഇത് പറഞ്ഞാൽ, നമ്മൾ ഇത് ചിന്തിച്ചാൽ ഉടനെ അവൻ ജയിച്ചു. അവൻ യേശുവിനോട് പറഞ്ഞു, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ. അവൻ എന്താ യേശുവിനെ അവിടെ നിന്നുകൊണ്ട് പറയാ, കൃപ പെരുകട്ടെ, കൃപ പകരട്ടെ. കൃപ പെരുകിയാൽ എന്ത് ചെയ്യും? യേശുവിനെ അവൻ അറിയും, അവൻ യേശുവിലേക്ക് മടങ്ങി വരും. കൃപ പെരുകട്ടെ. ഈ കൃപ പെരുകുന്ന ഒരു കാലവും അതാണ് സ്റ്റോപ്പായ പോയി. ഇപ്പൊ കൃപ പെരുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ നമ്മളെ ചില വീഴ്ചകളും കുറവുകളും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃപ പെരുകിക്കൊണ്ടിരിക്കുക. ഞാൻ നാളെ പാപം ചെയ്യാന്ന് പാപം ചെയ്യല്ലേ, ചെയ്ത അരിയ ഡബിളാ. പ്രൈസലോ. എന്തുവാ? കർത്താവ് യേശുവിനെ അവിടെ നിന്നോട് പറയും, അവന്റെ മേൽ കൃപ പകരട്ടെ. അപ്പോഴേ കൃപ അങ്ങോട്ട് പെരുകുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവും. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ തന്നെ ചിലപ്പോൾ 2 ദിവസം ആവും, ചിലപ്പോൾ കുറെ മണിക്കൂറുകൾ പോകും. അപ്പോഴേ ഈ തിരിച്ചറിവ് പിന്നെ മടങ്ങി വരുമ്പോഴേ ഈ തിരിച്ചറിവ് കിട്ടാത്ത കുറെ സമയം കൊണ്ട് ആര് മുതലാക്കും? ഇങ്ങനെയാണ് ദൈവജനത്തെ ആര് മുതലാക്കുന്നത്? പിശാച് മുതലാക്കുന്നത്. തകർത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നിന്റെ ചിന്ത കൊണ്ടുവരുന്നത്, നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മറുപടി നിന്നെ ആർക്കും വേണ്ട. ആർക്കും വേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പറയട്ടെ, യേശുവിന് വേണം. നിന്റെ അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും അടക്കൊണ്ടാകും, നിന്നെ ആർക്കും വേണ്ട. വാതോടൊന്ന് പറയാൻ ചില പഴി വഴി സ്തോത്രം. അവിടെ ആരെടുത്ത് പറഞ്ഞോളൂ, അങ്ങ് പറയേണ്ടത് പറഞ്ഞോളൂ, പറയേണ്ടത് പറഞ്ഞോളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോ പൊട്ടനെ പോലെ സുരതവന്നേരെ പോയിരിക്കും. ഇതെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുമ്പോ ഏറിയെ കണ്ടുപോയി. ഞാനിരിക്കുന്ന റൂമിനകത്ത് ഞാൻ പൊട്ടനാവും. പ്രൈസലോ. കഴിഞ്ഞ ദിവസം പ്രൈസലോ, ഇതിന് പിൻഗാമി വേണോ? പ്രൈസലോ. കഴിഞ്ഞ ദിവസം സ്തോത്രം കെൽവിൻ പാർച്ചു ഇതിന് പൊട്ടത്തലവരില്ലെന്ന് പറയാൻ സുന്ദരോട് നിന്ന് അവന്റെ പ്രാർത്ഥന വിഷയം അറിയാമോ? അവൻ ആ ഏറിയ പൊക്കുപോലെ. ഞാൻ എന്റെ പിൻഗാമിയായിട്ട് നിൽക്കുക. എന്തുവാ? ഇതേപോലെ പൊട്ടനായിട്ട് നിന്ന് പറയുക. അവന്റെ പരിഭവം അല്ലാത്ത ലോകപരമായ കൃപയെ മാത്രമേ എല്ലാവരും സ്നേഹിക്കുന്നുള്ളൂ, എല്ലാവരും കൃപയ്ക്ക് കൊടുക്കുന്നുള്ളൂ, എനിക്കൊന്നും തരുന്നില്ല. ഇതാ അവന്റെ പരിഭവം. അവന്റെ ഇപ്പോഴത്തെ മനസ്സിനകത്തുള്ള പരിഭവം അത്രേ വരത്തുള്ളൂ, അതിനപ്പുറത്ത് വരത്തില്ല. കാര്യം എന്തുവാ? കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപയുടെ ഒരു ബർത്ത്ഡേ. നമ്മളവിടെ ബർത്ത്ഡേ ആഘോഷമൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ. ഇപ്പം ആ ബർത്ത്ഡേയുടെ വൈകിട്ട് കൃപയുടെ ഒരു കൂട്ടുകാരി, ഒരു പാവം കൊച്ച, ആ കൊച്ച് 6 മാസം കൊണ്ട് ഒപ്പിച്ചൊപ്പിച്ച് വെക്കുമല്ല അവളെ ബർത്ത്ഡേ കഴിഞ്ഞാലോ. അവൾക്ക് വലിയ കേക്ക് വട്ടെല്ലാം അവൾ വന്ന് കൃപയെ കൊണ്ട് മുറിച്ച്. ഞാനപ്പോഴേ പോയി അവിടെ നിസ്സാരകാലിയാക്കി. അപ്പൊ അവരെ കേക്ക് മുറിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു ആ കൊച്ചിന്റെ സന്തോഷത്തിന്. ഇത് കണ്ടപ്പോ എല്ലാം പറഞ്ഞു, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞു, എന്റെ ബർത്ത്ഡേക്ക് ഇതൊന്നും വന്നില്ല, ഇങ്ങനെയുള്ള കൂട്ടുകാരൊന്നും എനിക്കില്ല. അതിലും വലിയ കൂട്ടുകാരെ ദൈവം അവന് കൊടുക്കും. ആ പൊട്ടക്കരച്ചിന് മതി. മിക്കവാറും അടുത്ത വർഷത്തെ അവന്റെ ബർത്ത്ഡേ വേറെ ലെവലായിരിക്കും. അവന്റെ വേറെ ലെവലായിരിക്കും. ഈ പൊട്ടക്കരച്ചിൽ കരഞ്ഞതിനുണ്ട് മറുപടി.
മറുപടിയുണ്ട്. സ്തോത്രം. ഞാൻ ഓർത്ത്, ഞാൻ എൻ്റെ അടുത്ത് വന്ന് സ്വന്തം പറഞ്ഞു, അവന് മേലെ അവന്റെ പ്രാർത്ഥനയുടെ ഏറിയ പോകും. അവനും ദൈവമായിട്ടുള്ള സംസാരം പൊട്ടനെ പോലെ നിൽക്കണമെന്നാ ദൈവവചനം പറഞ്ഞു. നിന്റെ ബുദ്ധിയോ നിന്റെ കഴിവോ എവിടെ വെക്കല്ലേ? പ്രാർത്ഥന സ്ഥലത്ത് വെക്കല്ലേ. ഞാൻ ചിലയിടത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ചില കുടുംബത്തിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് ശ്രദ്ധിക്കണം. ചില പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം ദൈവം ഇറങ്ങി വന്ന് നിൽക്കുക. ആ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, അവരുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ആര് വന്നിരിക്കുക? കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ചിലയിടത്ത് പോകുമ്പോൾ കർത്താവുമില്ല. ഞാൻ അവർക്ക് എന്തിനാ ഇവര് പ്രാർത്ഥിക്കുന്നു? കൊന്ത ചൊല്ലുന്ന പോലെ കുറെ ഇരുന്ന് ചൊല്ലിയോട് ഒരു കാര്യവുമില്ല. ആ പ്രാർത്ഥനയിൽ ആര് വന്നിട്ടില്ല? എടാ, നീ കൂടുതൽ സമയം ഇരുന്നില്ലെങ്കിൽ പോകും. നീ ഇരിക്കുന്നിടത്ത്, കൂടുതൽ സമയം ഇരിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. കൂടുതൽ സമയം ഇരുന്നില്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് ആരിറങ്ങി വരണം? കർത്താവ് ഇറങ്ങി വരണം. ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റണം. വെളിപ്പാടുകൾ കാണാൻ പറ്റണം. ദർശനങ്ങൾ കാണാൻ പറ്റണം. സ്തോത്രം. എല്ലാം ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ഞാൻ ഒരു സിസ്റ്ററിന്റെ ഒരു സാക്ഷി ഞാൻ പറയാം. ഒരു സിസ്റ്റർ, സ്തോത്രം, അവരുടെ കുടുംബത്തിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ടായി, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായി. സ്തോത്രം. ആ സിസ്റ്ററിന്, സ്തോത്രം, എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ചയോടും ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നേക്കുണ്ടായി. അടുത്തത് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ചയോടും പിള്ളേർക്ക് സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ എന്ത് ദിവസം ഒരു ഭർത്താവിനെ മക്കൾ ഇത്രയും സ്നേഹിക്കുന്നില്ലേ? ഞായറാഴ്ച ആഴ്ച ഒരു ദിവസം പോലും അവർക്ക് അവധി വേണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറയുക, ഇല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ രാവിലെ എഴുന്നേക്കും. എത്ര താമസിച്ച് കിടന്നാലും അതിരാവിലെ എഴുന്നേക്കും. ഞാൻ ഉണ്ടാക്കേണ്ടതെല്ലാം ഉണ്ടാക്കി വെക്കും. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു 9:30 ആവുമ്പോഴേ എന്റെ ജോലി മൊത്തം തീർത്തിട്ട് ഞാൻ നിൽക്കും. ഇവര് പോകും, എനിക്ക് റൂം അടയ്ക്കണം, പ്രാർത്ഥിക്കണം. അവിടെ മൊബൈൽ എന്ത് ചെയ്യും? ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യും. എനിക്ക് മൊബൈലും വേണ്ട, ബന്ധുക്കളും വേണ്ട. ഞാൻ എന്ത് ചെയ്യും? റൂം അടയ്ക്കും, പ്രാർത്ഥിക്കും. പക്ഷെ ഇത് ഞായറാഴ്ച മാത്രം പറ്റുന്നില്ല. ഞായറാഴ്ച ഇവര് വന്നിരിക്കും. സ്തോത്രം. ഇന്ന് ആ കുടുംബം മുഴുവനും കർത്താവിനെ അറിയുന്ന കുടുംബം. ഇന്ന് ആ സിസ്റ്റർ ഒരു ശക്തമായ പ്രവാചകിയാണ്. ദൈവം ശക്തമായി ഈ നാളുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവാചകിയാണ്. ഇത് ആയത് കാര്യം പോവാ. അവര് കിട്ടിയ സമയം ആർക്ക് വേണ്ടി ചെലവഴിച്ചു? ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചു. ദൈവത്തിന് വേണ്ടി നമുക്ക് കിട്ടിയ സമയം ഉണ്ടെങ്കിൽ പോലും അതും മാറ്റി വെച്ചിട്ട് അല്പസമയം മാത്രമേ ആർക്ക് വേണ്ടി ചെലവഴിക്കൂ? അന്നത്തെ പോലും കർത്താവ് ഇത്രയും നമ്മൾ അനുഗ്രഹിക്കും. ചെലവഴിക്കുന്നവരെ ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. സ്തോത്രം. പണ്ടത്തെ കാലത്ത് കപ്പി കൊണ്ട് വെള്ളം കോരിയവരുണ്ട്. ഇന്നിപ്പോ ആരും വീട്ടിൽ കപ്പിയൊന്നുമില്ല. പുതിയ തലമുറയുടെ കപ്പി കാര്യം കാണിച്ചാൽ എന്തുവാണ് വേണം ചോദിക്കും. ഇപ്പൊ കപ്പിയൊന്നുമില്ല. സ്തോത്രം. പണ്ട് ഈ കപ്പിക്കകത്ത് വെള്ളം കോരുമ്പോൾ കുറച്ചു ദിവസം വെള്ളം കോരി കഴിയുമ്പോൾ ഈ കപ്പി നമുക്ക് ടൈറ്റ് ആവും. ഇല്ലേ? ടൈറ്റ് ആകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകും. കുറയിടും. സ്തോത്രം കഴിയുമ്പോഴേ ആ ദേശത്ത് മൊത്തം അറിയുന്ന രീതിയിലുള്ള സൗണ്ട് ഉണ്ടാകും. വെള്ളം കോരാൻ എന്തുവാ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് അതിനകത്ത് ഇച്ചിരി ഓയിൽ ഇട്ട് കൊടുത്താൽ ഈ സൗണ്ടും മാറും, സ്പീഡും മാറും. ഇതേപോലെ ദൈവമക്കള് പലരും വന്നിരുന്ന് കപ്പിക്കകത്ത് അമ്മയുടെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ ആരാധിക്കാതിരിക്കുന്നു, പ്രാർത്ഥിക്കാതിരിക്കുന്നു. ആരാധന ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ആരാധന ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അടുത്തിരിക്കുന്നവർക്ക് ഇടയ്ക്കല്ല ഒരു സൗണ്ട് അല്ലേ പോകും, സ്വപ്നം പോകും. അപ്പോഴടുത്ത ആളുണ്ടെന്ന് വെച്ചു. അതല്ല, ഈ കപ്പി എന്ത് ചെയ്യണം? ഈ കപ്പിക്ക് ഒരു പവർ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഒരു ഓട്ടത്തിന്റെ പവർ. ഇത് സ്റ്റോപ്പ് ആയത് എവിടെ? തുരുമ്പ് കയറിയപ്പോഴാണ്. ഈ തുരുമ്പ് മാറ്റാൻ എന്തുണ്ടായി? ഇച്ചിരി ഓയിൽ അങ്ങോട്ട് ഇട്ടപ്പോഴേ ആ തുരുമ്പെല്ലാം മാറി. അതേപോലെ ആയിരിക്കണം ഓരോ ആഴ്ചയും ദൈവസന്നിധി ആരാധന പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നിന്റെ ആരാധന അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ
കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനകത്ത് നിനക്കൊരു കുറവോ തെറ്റോ ഉണ്ടെങ്കിൽ പോലും സ്വർഗം ക്ഷമിച്ച് സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. അതിന് നീ എന്ത് ചെയ്യണം? ആരാധനയ്ക്ക് വന്ന് നീ എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ വന്നതാ, പ്രാപിച്ചിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ. നീ എന്തൊക്കെ വന്നാലും എന്ത് ചെയ്യണം? പ്രാപിച്ചിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം എൻ്റെ അടുത്ത അഭികാലൊരു സ്തോത്രം സ്നേഹിക്കുന്ന അഭികാലൊരു സ്തോത്രം എൻ്റെ ജ്യേഷ്ഠനെ പോലെ കാണുന്ന ഒരു വ്യക്തിയോടുകൂടെ ഒരു സ്ഥലത്ത് പോയി. സ്തോത്രം. സ്ഥലത്ത് പോയി. എന്നെ പുള്ളിക്കാരെ കൊണ്ടുപോയി. സ്തോത്രം. പുള്ളിക്കാരെ കൊണ്ടുപോയത് എനിക്ക് ഭയങ്കര ഉപകാരമായി. കാര്യം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എന്നോട് പറഞ്ഞ് മരുന്നില്ലാതെ ഒരു ട്രീറ്റ്മെന്റാണ്. വാക്കാണ് അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാൻ പാവും. സ്തോത്രം. ഞാനവിടെ ചെന്നു. നടുവേദന, വർഷങ്ങൾ കൊണ്ട് നടുവേദന, മുട്ട് വേദന, കാലുവേദന, സ്തോത്രം, ഡയബറ്റിക്കകത്ത് വന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ വന്ന സ്തോത്ര രോഗങ്ങൾ, സ്തോത്രം, പിണലി വയ്യ, എല്ലാ രോഗങ്ങളും, ശരീരത്തിനകത്തുള്ള എല്ലാ രോഗം. ഒരു ഗുളിക പോലും അവർ തരത്തില്ല. ആ ഡോക്ടർ ഒരു ഗുളിക പോലും തരത്തില്ല. ട്രീറ്റ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അരമണിക്കൂറിന്റെ പരിപാടിയേ ഉള്ളൂ. 4300 രൂപയാണ്. ചിലപ്പം 5 വട്ടം പോകേണ്ട വരും. അതും അപ്പോയിന്റ്മെന്റ് എല്ലാം എടുത്തേ പോകാൻ പറ്റും. ചുമ്മാ ഒന്നും പോകാൻ പറ്റത്തില്ല. അവിടെ ഇടിച്ചു കൂട്ടിയ ആളാണ്. എല്ലാം വൻ ടീമുകളാണ് വന്ന് കിടക്കുന്നത്. 4300 ഒന്നും ഒരു വിഷയമേ അല്ല. ഒരു വ്യക്തി 5 വട്ടം വന്നപ്പോഴേ 10-25,000 രൂപ പുറത്തായി. 20,000 രൂപയ്ക്ക് അകത്തായി. അവരെ പോക്ക് വരവെല്ലാം 10-25,000 രൂപയാണ്. ചില വ്യക്തിക്ക് 3 വട്ടം വന്നാൽ, ചില വ്യക്തിക്ക് 2 വട്ടം വന്നാൽ പുള്ളിക്കാരൻ കാണുമ്പോൾ പറയും, ഡോക്ടർ സ്റ്റോപ്പ്, നമ്മൾ ലൈവായിട്ട് നമ്മുടെ ഫ്രണ്ടിലാണ് കാണിക്കുന്നത്. നമ്മളെ അതിനകത്ത് കൊണ്ടിരുത്തി ലൈവായിട്ട്, അല്ലാതെ ഐസിയുയിൽ ഇട്ടിട്ട് പുറത്ത് കിടക്കാൻ പറയത്തില്ല. ഇത് നമുക്ക് കാണാം. സ്തോത്രം. ഇത് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോയത്. എന്തുവാന്ന് അറിയാൻ വേണ്ടി. സ്തോത്രം. ഒന്നുമില്ല. ഈ കൈയുടെ ഓരോ ജോയിന്റ് പിടിച്ച് ഒട്ടയിടിക്കുന്നത്. നടുവേദനയല്ല സ്ത്രീകളെ മാറിയത് അവർ തന്നെ അവിടെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ചയായപ്പോഴും തന്നെ ഒരു 10-40 പേരോളമായി. ഉച്ച കഴിഞ്ഞുകൊണ്ട് അപ്പോൾ വരുമാനം കണക്കൂട്ടിക്കണം. 3 പേരെ കണ്ട പ്രൈസ് കൈയെല്ലാം പിടിച്ചിട്ട് ഒട്ടയിരുന്നു. ഞാൻ ഓർക്കുമോ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആര് കണ്ടുപിടിച്ചേക്കുന്നത്? മനുഷ്യൻ കണ്ടുപിടിച്ചേക്കുന്നത്. എന്തൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കും. സഹോദരന്മാരെല്ലാം കിടന്ന് നിലവിളിക്കുന്നത് കേട്ടാൽ ഫ്രണ്ട് ലൈവായിട്ടാണ് കാണുന്നത്. എന്തുവാ സ്തോത്രം, ആയുർവേദ ഡോക്ടറെ, ഹോമിയോ ഡോക്ടേഴ്സ് എല്ലാം വന്ന സ്തോത്രം ഇതിനു വേണ്ടി വരുന്നത്. അവരെ കൊണ്ട് കഴിയാത്തത് അവരിവിടെ വരുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്തില്ല? മരുന്നില്ല. സ്തോത്രം. ഞാന് സ്തോത്രം ഇന്ന് ഹോസ്പിറ്റല് തുടങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ തുണിക്കടകൾ തുടങ്ങുവാണെങ്കിൽ, ഹോസ്പിറ്റൽ തുടങ്ങുവാണെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം. തുടങ്ങുന്ന വ്യക്തി പരസ്യം ചെയ്യാൻ ലക്ഷങ്ങൾ ടി വിക്കകത്ത്, പത്രത്തിനകത്തും യൂട്യൂബിനകത്തെല്ലാം കൊടുക്കുന്ന സമയം കൊണ്ട് അതിന്റെ ഒരു പകുതി പൈസ പാസ്റ്റർമാർ കൊണ്ടുകൊടുത്താൽ മതി. പാസ്റ്റർമാർ സൗഖ്യമാക്കുമെന്നല്ല, പാസ്റ്റർമാർ ഭയങ്കര പരസ്യമായി. ഇത്രയും പരസ്യം വെളിപ്പെടുത്തുന്ന പാസ്റ്റർമാര് ഈ ലോകത്തിൽ ഏതൊക്കെ ഹോസ്പിറ്റലുണ്ട്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പാസ്റ്റർമാരോട് ചോദിച്ചാൽ ആര് പറഞ്ഞു? പണ്ടത്തെ ഉപദേശികമാർക്ക് ഇതൊന്നും അറിയത്തില്ല. ഉപദേശികമാർക്ക് എന്ത് കേട്ടാലും ഗ്ലോറി എന്ന് പറയാനേ അറിയാം. ആ ഗ്ലോറിക്കകത്തെല്ലാം നടക്കും. ഇന്ന് ഭയങ്കര പരസ്യം. ആരാ? സ്തോത്രം. ഇതൊരു വേറൊരു പാസ്റ്റർ കണ്ടുപിടിച്ച കാര്യമാണ്. സ്തോത്രം. ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം പോയപ്പോൾ എന്താ ഇതിനകത്ത് കൊണ്ടുപോയപ്പോൾ ഞാനും കണ്ട് ഞാനും ഈ പരസ്യമായി ഈ പാവപ്പെട്ട വേറെ ആരുമല്ല. ഈ ഡോക്ടറിന് വേറെ ഗുണങ്ങളുമുണ്ട്. ഈ ഡോക്ടറിന് വലിയൊരു ക്വാളിറ്റി ഉണ്ട്. എല്ലാം യേശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു ഇങ്ങനെല്ലാം പറഞ്ഞുകൊണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്കല്ല യേശുവിനെ പറയുന്നുണ്ട്. ഈ പുള്ളി തന്നെ ഞൊട്ടയിടുമ്പോഴേ കൂവിയില്ലെങ്കിൽ പുള്ളി തന്നെ ഒരു കൂവൽ കൂവുന്നുണ്ട്. ഒരു പ്രത്യേക രസമാണ്. പുള്ളിക്കാരൻ പറഞ്ഞ് എനിക്ക് ഒരു കാര്യത്തിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ വൻ ടീമുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല 4300 രൂപ കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അത് ചുമ്മാ ആണോനല്ല.
ചിലപ്പോൾ 5 വട്ടം വരണം. ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇത് യേശു സൃഷ്ടിച്ച ശരീരം, ഇതിനകത്ത് എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കർത്താവ് ചെയ്ത ശരീരത്തിനകത്ത് ചില ഉപയോഗമില്ലാതിരിക്കുമ്പോഴേ അത് കേടാവും. അതിനെ വേണമെങ്കിൽ ഇച്ചിരി എണ്ണയെല്ലാം ഇട്ട് വേണമെങ്കിൽ ഒന്ന് മയപ്പെടുത്താം. അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാനിവിടെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നു. എനിക്കത് ആ വാക്ക് പുള്ളിയുടെ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി പറയുന്നത് എന്തുവാ, ഇത് ചെയ്തിട്ട് വീട്ടിൽ പോയിരിക്കുമല്ല, ഇത് ചെയ്തിട്ട് എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ നീ രോഗിയാവത്തില്ല. കാര്യം എന്തുവാ, ഇത് വർക്കാവാതിരുന്ന സാധനം അതിന് വർക്ക് ചെയ്യിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴതങ്ങ് പിന്നെ ചെയ്താൽ മതി. കർത്താവ് സൂക്ഷിച്ചത് ചെയ്താൽ മതി. എന്ത് ചെയ്യും, ഓക്കെ ആവും. കാര്യം ഒന്നുമില്ലാതെ ചുമ്മാ ഇരിക്കുന്നവർക്കാ കൂടുതൽ എന്ത് ചെയ്യുന്നത് ഈ രോഗങ്ങൾ വരുന്നത്. ഇത് പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു, എനിക്ക് എന്റെ കഴിവ് എന്തൊന്നും ആരും ഇവിടെ വരണ്ട, എനിക്ക് നീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യേശു മെറുക്കളി ചെയ്യണം. അത് ദൈവം സൃഷ്ടിച്ച സാധനം കേടുപെടാതിരിക്കുന്നതിനെ ഞാൻ ഒന്ന് രസിച്ചിട്ട് എണ്ണ ഇട്ട് കൊടുക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അത് ഓക്കെ ആയി, അല്ലാതെ എനിക്ക് എന്നെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. സ്തോത്രം. ഞാൻ ഓർക്കുക, കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഇത് പല വിദേശ രാജ്യങ്ങളിലുള്ളായിരുന്നു. ഇതിപ്പോ ഇവിടെ വന്നത് 13 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പുള്ളിയുടെ. 13 വർഷത്തെ. ഒരു സാധനം തെറ്റിയാൽ മതി. ഈ കഴുത്തെല്ലാം പിടിച്ചിരുമ്പോൾ ഒരു സാധനം തെറ്റിയാൽ പോയി അവന്റെ ജീവിതം. പുള്ളിയുടെ ജീവിതം പോയി. അത്രയ്ക്ക് സുരക്ഷിതയോടെ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഞാൻ അവർക്ക് ഇത്രയും ബുദ്ധി ആര് കൊടുക്കുന്നു? ഇതെന്തായാലും പുള്ളിയുടെ ബുദ്ധിയല്ല. ഇത്രയെല്ലാം ഇവിടെ സ്തോത്രം ഞൊട്ടകളുണ്ട്. ആ ഞൊട്ടകളെ കറക്റ്റായിട്ട് പിടിച്ചിടണം. സ്തോത്രം, അത് കറക്റ്റ് അല്ല എന്നെല്ലാം ബുദ്ധി ആർക്ക് കൊടുക്കുന്നു? ഞാൻ ഓർക്കുക, എന്റെ ദൈവത്തിന് ഇത്രയെല്ലാം ബുദ്ധിയുള്ളവരെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്റെ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കി കൂടായി. ഞാൻ ഇവരുടെ എല്ലാം വേണ്ടി പോണോ വേണ്ട? പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അതിനെന്ത് ചെയ്യത്തില്ല, വെയിറ്റ് ചെയ്യാൻ താല്പര്യം. എന്റെ ദൈവത്തിന്റെ ഈ പൊട്ടനെ പോലെ നിന്റെ പരാതികളെ നീ ഒന്ന് പറഞ്ഞു നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്. ആ പ്രാർത്ഥിക്കുമ്പോഴ് കഴിവതും കഥവടച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്നല്ലേ, കേൾക്കാതിരിക്കും. വേറൊരാള് കേട്ടാൽ ചിലപ്പോൾ പരിഹസിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പരിഹാസം കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ കേട്ടാൽ നീ ഭാഗ്യവാനാ. പരിഹസിക്കുമ്പോൾ അധികം മറുപടി അയക്കും. ആ വ്യക്തി കുറച്ചു ദിവസം കഴിഞ്ഞ് പറയും, പൊട്ടനെ പറഞ്ഞല്ല നമ്മൾ പരിഹസിച്ചാലും പുള്ളിക്ക് ദൈവം എല്ലാം നടത്തി കൊടുക്കുന്നല്ലോ. സ്തോത്രം. എന്നെ അങ്ങനെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. പരിഹസിച്ചവരുടെ വേണ്ടിയല്ല, അവരുടെ ലാഭം കൊണ്ട് തന്നെ അവർ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആര് മാനിച്ചിട്ടുണ്ട്? കർത്താവ് മാനിച്ചിട്ടുണ്ട്. സ്തോത്രം. പൊട്ടനെ പോലെ ദൈവസന്നെ കൊണ്ട് ഇരുന്നിട്ട് പറയണം, കർത്താവ് എന്റെ കുറവും എന്റെ വീഴ്ച എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അങ്ങക്ക് വല്ല ചെയ്യാൻ പറ്റും. കർത്താവ് എന്ന് പറഞ്ഞ യഹോവ ഈരെ കർത്താവ് കരുതിയിട്ടുണ്ട്. ഇത് ഒരു ദൈവവൈദ്യനെ വിശ്വസിച്ചാൽ അവന്റെ എല്ലാ വിഷയത്തിനകത്തും ആര് പരിഹാരം തരും? കർത്താവ് പരിഹാരം തരും. ഇത് വിശ്വസിക്കേണ്ട രീതി വിശ്വസിക്കാത്തതുകൊണ്ടാണ് ദൈവത്തിന്റെ വിടുതലും പ്രാപിക്കാത്ത, അത്ഭുതം പ്രാപിക്കാത്ത, അനുഗ്രഹം പ്രാപിക്കാത്തത്. സ്തോത്രം. ദൈവസന്നിധിയിലെ ദൈവം ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യരെ ഇറക്കി ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റിൽ ആദ്യമായിട്ട് കഴിയുന്നത് പല രാജ്യങ്ങളിലുള്ളത്. ഇപ്പൊ കേരളത്തിനകത്തെല്ലാം വന്നെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവം, കൊണ്ടുവന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവം. അപ്പോഴേ ദൈവത്തിന് ഇവരെല്ലാം ഇങ്ങനെയെല്ലാം ബുദ്ധി കൊടുക്കാമെങ്കിൽ ഈ ബുദ്ധിയുടെ പകുതി പോലും വേണ്ട ആരുടെ അടുത്ത് സമർപ്പിക്കാൻ? കർത്താവിന്റെ അടുത്ത് സമർപ്പിക്കാം. കർത്താവിനെ അറിയാം. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ആര് മറുപടി തരും? സ്തോത്രം. നാളെ നൊട്ടയിടുന്ന ആളുടെ നമ്പരും ചോദിച്ചോണ്ട് എന്റെ അടുത്ത് വരല്ലേ. നൊട്ടയിടുന്ന ആൾ എവിടെ ഉണ്ടോ എന്റെ അടുത്ത് ചോദിക്കാനും വരല്ലേ. ഞാനും അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാനിതൊന്ന് കാണാൻ പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ പരസ്യമല്ല. സ്തോത്രം. ഇന്ന് ആൾക്കാര് ഞാൻ അതിനകത്ത് പഠിച്ചൊരു കാര്യമുണ്ട്. ആൾക്കാർ നോക്കിയിരിക്കോ എവിടെ എന്ത് നടക്കുന്നു. പോവാൻ ആളാ. അത് ശരിയാണോ തെറ്റാണോ ഒന്നും അല്ല, അവിടെ പോവാൻ ആളാ. ഞാൻ ഓർക്കുക, ഈ മനുഷ്യന്റെ വേണ്ടി ചെന്ന് നിന്റെ എല്ലാം നാണമില്ലാതെ നിനക്ക് പറയാൻ ചമ്മലൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ നിനക്ക് ചമ്മലാണ്. ചിലത് തുറന്നു പറയാൻ സമ്മതമാണ്. നമ്മുടെ കുറവിനെ തുറന്നു പറയണം. ദൈവമക്കളെ, നമുക്ക് ഇന്ന കുറവുണ്ട് കർത്താവേ, എനിക്ക് ഇന്ന വീ പോയിന്റ് ഉണ്ട്,
ഇന്നത് ഞാൻ തെറ്റാണ് പലപ്പോഴും എടുക്കുന്നത്. എനിക്ക് ഇന്ന കാര്യത്തിനകത്ത് ബലഹീനമുണ്ട്, ഞാൻ പലപ്പോഴും ഇന്നതിനകത്ത് അങ്ങ് അടിമയാവുക. അങ്ങോട്ട് കരക. ആരെടുത്താ കരയുന്നത്? കർത്താവിനടുത്താ കരയുന്ന. കാര്യം എന്തുവാ? നിന്നെ ഉണ്ടാക്കിയ ദൈവത്തോടെ നീ കരയുന്നു. ദൈവം എന്ത് ചെയ്യും? നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ വാക്തത്വം, ദൂതും, നന്മ, അനുഗ്രഹം ആര് തരും? കർത്താവ് തരും. കഴിഞ്ഞാഴ്ച നമ്മൾ പഠിച്ചൊരു വചനഭാഗം എന്തു പറഞ്ഞു? ഞാൻ ഓർക്കുക, മോശയ്ക്ക് മോശയെ ബലപ്പെടുത്തുവാനും ഉറപ്പിക്കാനുമാണ് കർത്താവ് എന്ത് ചെയ്തത്? അവനെ വടി താഴെ ഇടാൻ പറഞ്ഞത്. ആ വടി താഴെ ഇട്ടപ്പോൾ അത് പാമ്പായി തീർന്നു. രണ്ട്, അതിന്റെ വാലി പിടിക്കാൻ പറഞ്ഞു. വാലി പിടിച്ചപ്പോൾ അത് പഴയ പോലെ വടിയായി. അപ്പൊ മോശ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നാൽ അവരെ വിശ്വസിക്കുന്നില്ല, ഞാൻ ചെന്നാൽ ഏറ്റെടുക്കത്തില്ല. കാര്യം ഞാൻ ഒരു വട്ടം അവരുടെ സഹോദരനാണെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവരെന്നെ ആട്ടിക്കളഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ ഈ മരുഭൂമി വന്നത്. വീണ്ടും അവിടേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ വെറുതെ വിട്ടേര്, വേറെ ആരെങ്കിലും വിളിച്ചു. അപ്പൊ മോശയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉറപ്പായിരുന്നത് എന്തുവാ? വടി താഴെ ഇട്ടാൽ പാമ്പാവും, അതിന്റെ വാലി പിടിക്കും, അത് കമ്പാവും. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, ഇത് നീ ഫറവോന്റെ അടുത്ത് ചെയ്താലും ഫറവോൻ വിടത്തില്ല, ഫറവോന്റെ ഹൃദയം നീ കഠിനമാവും. സ്തോത്രം. ഫറവോന്റെ അടുത്ത് വന്നു, വഴിയിട്ടു, പാമ്പായി. അപ്പോൾ ഫറവോൻ എന്ത് ചെയ്തു? അകത്തിരിക്കുന്ന രണ്ട് മന്ത്രവാദികൾ വിളിച്ചു. മന്ത്രവാദികൾ വന്നു, വഴിയിട്ടപ്പോൾ എന്ത് ചെയ്തു? അവരുടെ വഴിയിട്ടപ്പോൾ രണ്ട് പാമ്പായി. അപ്പോഴാരാ അത്ഭുതം കൂടുതൽ കാണിച്ചേ? സ്തോത്രം. ഇന്ന് ലോകശക്തികൾ പലതും കാണിക്കും. അത് കാണിച്ചുകൊണ്ടാണ് നിന്റെ ഉള്ളത്തിനകത്ത് പിശാച് ഒരു ചോദ്യചിഹ്നം വെക്കുന്നത്. ഞാൻ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ടും, ഇത്രയെല്ലാം ദൈവത്തിന് വേണ്ടി നിന്നിട്ടും, ഇത്രയെല്ലാം ബന്ധുക്കളെ, സ്വന്തക്കാരെ എല്ലാം വിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി വില കൊടുത്തിട്ടും എന്റെ ജീവിതത്തിന് മാത്രം ഇതെന്താ വരുന്നത്? ലോകവുമായി ജീവിക്കുന്ന അവർക്കൊന്നും വരുന്നില്ലല്ലോ. ഇതാര് കൊണ്ടുവരുന്നതാ? പിശാച് കൊണ്ടുവരുന്ന ചിന്തയാണ്. കാര്യം എന്തുവാ? ലോക മനുഷ്യനെ നോക്കുമ്പോൾ അവൻ ഒരു കാര്യത്തിനകത്തും പ്രശ്നമില്ലെന്നാണ് അവർക്ക്. അവൻ എല്ലായിടത്തും ഹാപ്പി. ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ കഷ്ടവും പ്രയാസവും സങ്കടവും എന്റെ ജീവിതത്തിൽ വന്നേക്കുന്നത്. അവരെല്ലാ കാര്യത്തിനകത്ത് എന്തുവാ? ഹാപ്പിയാണ്. ഞാൻ ദൈവസന്നിധി വന്നപ്പോൾ എനിക്ക് എന്തുണ്ടാവുക? കഷ്ടവും പ്രയാസവും സങ്കടങ്ങളും വരുന്നു. അയ്യോ, അവർക്കൊന്നും വരുന്നില്ല. അവര് എന്നെ നോക്കിയിട്ട് എന്നോട് പറയുക, നീ എന്ന് ദൈവത്തെ വിളിക്കാൻ പോയി അന്ന് മുതൽ നീ അനുഭവിക്കുന്നത് കണ്ടോ, ഞങ്ങൾ ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സൂഹിക്കൂ? സൂഹിക്കൂ? അപ്പൊ നമ്മൾ എന്തിനാ ദൈവത്തിൽ വന്നെന്ന് നമ്മളെ ചിന്ത അപ്പോഴേ തന്നെ ചിന്തയുണ്ട്. എന്തുവാ? നമ്മൾ വന്നത് പ്രത്യാശയ്ക്ക് വേണ്ടി, വീണ്ടും ജനനം പ്രാപിക്കുക, സ്വർഗരാജ്യം അവകാശമാക്കുക. നമുക്കപ്പോ അതൊന്നും വേണ്ട. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഉടനെ മറ്റവൻ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്നത്. ആരെ വെച്ചോണ്ടാണ്? കർത്താവിനെ വെച്ചോണ്ട്. അപ്പോഴ് പാപിയായി ജീവിക്കുന്നവന് ഉയർച്ചയുണ്ട്. പക്ഷെ അവന് കിട്ടാത്ത കുറെ ക്വാളിറ്റി ആർക്ക് തന്നിട്ടുണ്ട്? ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. അവന് പ്രത്യാശയുണ്ടോ? അവന് പ്രത്യാശയുണ്ടോ? നാളെ ഈ ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ പ്രത്യാശ എന്ന് പറയുന്ന കാര്യം അവനുണ്ടോ? നിത്യതയുണ്ടോ? നിത്യതയുണ്ടോ? യഥാർത്ഥ സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? ഇതൊന്നും ആർക്കില്ല. അവനില്ല. അവനില്ല. ആർക്കുണ്ട്? നമുക്കുണ്ട്. നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നന്മ ദൈവം തരാതിരിക്കുമോ? കൂടുതൽ ഒരു വ്യക്തിക്ക് പരിഹസിക്കാനും അപമാനിച്ചും ചള്ളിയും ചവിട്ടി വിധിക്കാനൊന്നും ആരും വിട്ടുകൊടുക്കത്തില്ല. കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുക്കുന്നതിന്റെ കാര്യം എന്റെ ബലഹീനത കൊണ്ടാണ്. അത് നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മളെ ബലഹീനകൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. എന്ന് പ്രിയ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയുക, നമ്മളെ ബലഹീനതയെ ആദ്യം എന്ത് ചെയ്തോണം? സമ്മതിച്ചോണം. നമ്മൾ ബലഹീനരാണ്. അവര് മിടുക്കന്മാരായിട്ട് ഇരിക്കട്ടെ. പക്ഷേ എവിടെ ആരെ മിടുക്കനാക്കുമെന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട്? കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്.
നമ്മൾ മിടുക്കനാവണ്ട, ദൈവം നമ്മളെ മിടുക്കനാക്കിയാൽ മതി. ദൈവം മിടുക്കനാക്കിയാൽ വേറൊരാൾക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താക്കുവാൻ കഴിയത്തില്ല. ഞാൻ എപ്പോഴും പറയാം, ദൈവമേ നമ്മളെ ഉയർത്താവും. നമ്മൾ സ്വയം ഉയരല്ലേ. നമ്മൾ സ്വയം ഉയർന്നാൽ നമ്മൾ താഴ്ത്തപ്പെടും. ദൈവം ഉയർത്തിയാൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ താക്കുവാൻ കഴിയത്തില്ല. പാമ്പിട്ടു. പക്ഷെ അടുത്തത് മനസ്സിലാക്കണം. ഫറവോന് ദൈവം മുമ്പേ പറഞ്ഞു, നിന്നെ അവൻ അംഗീകരിക്കത്തില്ല, അവന്റെ ഹൃദയം ഞാൻ കഠിനമാക്കും. നീ ഒരു പാമ്പിനെ ഇട്ടിട്ട് ദൈവജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. ദൈവം എന്തെന്ന്, യഹോവയ ദൈവം എന്തെന്ന് ദൈവജനം അറിയണം. അറിഞ്ഞിട്ടേ വരാവൂ. അതുപോലെ ആ ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ശത്രുവായ ഫറവോനും ജനം എന്ത് ചെയ്യണം, അറിയണം. ആ രീതിയിലെ ആരെ കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ നമ്മളെ ശത്രുക്കൾ കാങ്കെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഏറ്റവും വലിയ തെളിവാണ് ഈ വചനഭാഗം. എന്തുവാ? ശത്രു നമ്മൾ അനുഗ്രഹപ്പെടുക മാത്രമല്ല, നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ വിശ്വാസം വർദ്ധിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശത്രു ആമേൻ തിരിച്ചറിയുന്ന രീതിയിലായിരിക്കും ആരനുഗ്രഹിക്കുന്നത്, കർത്താവ്. അപ്പൊ ദുഷിച്ചവനും നിന്ദിച്ചവനും പരിഹസിച്ചവനും അപമാനിച്ചവനും നാണം കെട്ടു പോകത്തേ ഉള്ളൂ. അവന്റെ അപമാനവും മുൻനിന്ദിയോ പരിഹാസവും ഒരിക്കലും ആരുടെ മേൽ ജയിക്കത്തില്ല, നമ്മളെ കുടുംബത്തിനകത്ത് ജയിക്കത്തില്ല. അങ്ങനത്തെ ഉയർച്ചയല്ലയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എങ്ങനെയാവും? ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. അപ്പോൾ താമസത്തിന്റെ വിഷയത്തിനകത്തുണ്ട്. താമസിച്ച് കയറണം, ചില മുൻവിധിക്കണം, ചിലത് പരിഹസിക്കണം, ചിലർ അപമാനിക്കണം, ചിലർ ഉപേക്ഷിക്കണം. എങ്കിലും ദൈവം അനുഗ്രഹിച്ചവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സ്നേഹം അവർക്ക് നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത സ്റ്റോപ്പ് എന്തുണ്ടായി? ഈ രണ്ട് പാമ്പിനെ ആരും വിഴുങ്ങി. ഒന്നിട്ടപ്പം രണ്ടാക്കിയെങ്കിലും, പക്ഷെ ആ ഒന്നിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടിനും നിൽക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രിയ ദൈവമക്കളെ തിരിച്ചറിയേണ്ടത്. ലോകപരമായ ഏതൊക്കെ ശക്തി നിനക്കെതിരെ എഴുന്നേറ്റാലും അവന്റെ ശക്തിക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അതിലും വലിയൊരു ശക്തിയെ ഞാൻ നീ പ്രാപിച്ച് ഓർത്തോണം. ആ ശക്തിയുടെ പേരാ നസറേനായ യേശു. ആ ശക്തിയുടെ പേരാ ജീസസ്. ആ യേശുവിനെ അവനെ വിളിച്ചറിഞ്ഞവന്, ആ യേശുവിനെ അനുഭവിക്കുന്നവന്, യേശുവിനെ അനുഭവിക്കുന്നവന്, യേശുവിനെ തിരിച്ചറിയുന്നവന് ഒരു ശക്തിക്ക് വേണ്ടിയാൻ പറ്റില്ല, തകർത്ത് കളയുവാൻ കഴിയത്തില്ല, തകർത്ത് കളയാൻ കഴിയത്തില്ല. ഇന്ന് പകലും ഓർത്തോ ദൈവമക്കളെ, ഇന്ന് പകലും ഓർത്തോ ദൈവമക്കളെ, ഇന്ന് പകലും ഓർത്തോ ദൈവമക്കളെ. ദൈവത്തിന്റെ ശക്തി ഉള്ള കാലത്തോളം എന്നെ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഞാൻ നിസ്സാരനല്ല, ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ, ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ, ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. എന്നെ നിസ്സാരനായിട്ട് കാണണ്ട, ഞാൻ യേശുവിന്റെ പൈതലാ. യേശുവിന്റെ പൈതലാ. ഹല്ലേലൂയ. ഞാൻ ആരാ? യേശുവിന്റെ പൈതലാ. എന്നെ എന്ത് ചെയ്യുന്ന? നീ നിസ്സാരനായിട്ട് കാണണ്ട. സ്തോത്രം. ഇന്ന് നിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പല ചോദ്യചിഹ്നത്തിനും നിന്റെ ഒറ്റ ഉത്തരം മതി മറുപടി കൊടുക്കാൻ. ഒറ്റ ഉത്തരം മതി മറുപടി കൊടുക്കാൻ. ഒരുപാട് ചോദ്യത്തിന് നിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. പക്ഷെ ആ ചോദ്യത്തിനെല്ലാം ദൈവത്തിന് ഒറ്റ മറുപടിയുള്ളൂ. ആ മറുപടിയുടെ പേരാണ് എന്തുവാ? ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു നിന്റെ കൂടെ ഉണ്ടോ? നീ ജയിച്ചിരിക്കും. യേശു കൂടെ ഉണ്ടോ? ജയിച്ചിരിക്കും. ഇന്ന് പകലത് മനസ്സിലാക്കി ദൈവമക്കളെ. യേശു എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ജയിച്ചിരിക്കും. യേശു എന്റെ കൂടെ ഉണ്ടോ? ഈ മുൻപിൽ ഞാൻ ജയിച്ചിരിക്കും. യേശു എന്റെ കൂടെ ഉണ്ടോ? ഈ പരിഹാസത്തെ ഞാൻ ജയിച്ചിരിക്കും. യേശു എന്റെ കൂടെ ഉണ്ടോ? ഈ പരിഹാസത്തെ ഞാൻ ജയിച്ചിരിക്കും, ജയിച്ചിരിക്കും, ജയിച്ചിരിക്കും. ഓ ഭയമെടുത്ത് മാറ്റക്ക്, ശത്രുവിന്റെ ചില മൃഗങ്ങളിൽ വെച്ച് മാറക്ക്, ആത്മാവിന്റെ പ്രവൃത്തിയിൽ വെളിപ്പെടാക്ക്, പരിശുദ്ധാത്മാവിന്റെ ദൂതം കൊണ്ട് വെളിപ്പെടാക്ക്.
നീ മറ്റൊരുവനെ അമിഹല്ലിയെ കമ്പയർ ചെയ്യല്ലേ. നീ ആരാ? ദൈവത്തിന്റെ പൈതൽ. നീ ഒരുവനെ മറ്റുള്ളവനെ കമ്പയർ ചെയ്ത് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. നീ ആരാ? ദൈവത്തിന്റെ പൈതല. ദൈവത്തിന്റെ പൈതല. ആ ഒറ്റ ബോധ്യം ഒരു ദൈവ പൈതലിന്മേൽ ഭരിക്കുന്നുവെങ്കിൽ ഒരു ശത്രുവിന്റെ ഒരു പ്ലാനിനോ പദ്ധതിക്കോ അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. ഇത് പകൽ ഓർത്ത ദൈവ മക്കളെ, പ്രൈസ് ദി ലോർഡ്. യേശു എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ തോൽക്കത്തില്ല. ഞാൻ തോൽക്കത്തില്ല. അപ്പൊ പരിഹാസം വേണം, നിന്ന വേണം, പരിഹാസങ്ങൾ വേണം, മുൻവിധി വേണം, അപമാനം വേണം. എങ്കിലേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ആർക്കറിയാൻ പറ്റത്തുള്ളൂ? നമ്മൾ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പ്രതികൂൽ സ്തോത്രം. നമ്മൾ പുറമെ നോക്കുമ്പോ എന്തുവാ? സ്തോത്രം. ദൈവ പൈതല് കൊണ്ടുവന്നത് വഴിയിട്ടപ്പോ ഒരു പാമ്പാ വന്നു. പക്ഷെ മന്ത്രവാദികൾ ഇട്ടപ്പോ 2 വന്നു. പക്ഷെ 2 ഒന്നിനെ ജയിക്കാൻ പറ്റിയോ? ആ ഒറ്റ ഒന്ന് 2 ജയിച്ചോ? ഇത് തന്നെ നമ്മളെ ഫ്രണ്ടിൽ കിടക്കുന്ന ഏതെല്ലാം പ്രതികൂലം, എത്ര വലിയ പ്രബലനാന്ന് പറഞ്ഞാലും, എത്ര വലിയ ശക്തിയുള്ളവനാന്ന് പറഞ്ഞാലും, ഏതെല്ലാം ശക്തിയുള്ളവനാന്ന് പറഞ്ഞാലും, അതിനെല്ലാം ജയിക്കുന്ന ഒരു നാമമുണ്ട്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു നാമമുണ്ട്. ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മുകളിലും ഒരു നാമം മാത്രമേ ഉള്ളൂ. യേശു എന്ന് പറയുന്ന ഒരു നാമം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കൂടുമാറ്റത്തിനോ ഒരു നാമജാലത്തിനോ ഒരു വെല്ലുവിളിക്കോ ഒരു പിതാക്കിനോ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാര്യം നീ യേശുവിനെ പൈതലാണ്. യേശുവിനെ പൈതലാണ്. ഒരു ശക്തിക്ക് നിന്റെ തലമുറ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. നിന്റെ കുടുംബത്തെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ നീ. ആർക്കുള്ളത്? നീ യേശുവിനുള്ളവനാണ്. ഇന്ന് പല ജനതകളും തകർന്നു മാറട്ടെ. ചിലവരുടെ പണിയപ്പെടട്ടെ. ചില വാക്കത്തങ്ങളുണ്ട് നിവർത്തിയാവട്ടെ. ചില ദൂതങ്ങളുണ്ട് നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വരാൻ ശ്രദ്ധിക്കണേ. 70 പേരുമായി പോയെടുത്ത് 6 ലക്ഷം പുരുഷന്മാർ, സ്ത്രീകളെ കുഞ്ഞുങ്ങളെ എണ്ണം എണ്ണിയിട്ടില്ല. 6 ലക്ഷമായിട്ട് തിരിച്ചു വരുന്നത്. അതാണ് ദൈവത്തിന്റെ വർദ്ധനവ്. അതാണ് ദൈവത്തിന്റെ ദൂത്. അതാണ് ദൈവത്തിന്റെ ഉയർച്ച. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. സ്തോത്രം. 70 പേര് പാട്ട അവൻ മിസ്രൈമിലേക്ക് ആര് പോയത്? ഇസ്രായേൽ ജനം പോയത്. തിരിച്ചു വരുമ്പോ വാഗ്ദത്തം നിവൃത്തിയായി ദൈവജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു 6 ലക്ഷം പുരുഷന്മാർ, സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം എടുത്തിട്ടില്ല. 6 ലക്ഷം പുരുഷന്മാർ തിരിച്ചു വരുവാൻ. 70 പേരുമായിട്ട് അങ്ങോട്ട് പോയി. തിരിച്ചു വരുന്നത് എത്ര പേരുമായിട്ടാ? 6 ലക്ഷം പുരുഷന്മാരുമായിട്ട്. ഇതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവത്തിന്റെ ഉയർച്ച, നന്മ. അതിൽ ഒരു വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കാം. സ്തോത്രം. സ്തോത്രം. 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 13-ാം അധ്യായത്തിലേക്ക്. പുറപ്പാട് പുസ്തകം 13, 17, 18, 19 വാക്യങ്ങൾ വായിക്കും. സ്തോത്രം. 10 ബാധകൾ അയച്ചു പ്രതികൂലങ്ങളെ മാറ്റി ദൈവജനത്തെ ദൈവം മോചിപ്പിച്ചുകൊണ്ട് വരിക. യഹോവയാണ് ദൈവമെന്ന് അറിയിച്ചു കൊണ്ടുവരിക. 6 ലക്ഷം പുരുഷന്മാർ, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ എണ്ണം പറയുന്നില്ല. സ്തോത്രം. ഈ കൊണ്ടുവരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുക? അവരെ എങ്ങോട്ട് വിടുന്നില്ല? ഫെലിസ്ത്യന്റെ ദേശത്തേക്ക് വിടുന്നില്ല. ഫെലിസ്ത്യൻ ദേശത്ത് പെട്ടെന്ന് വാഗ്ദത്ത ഭൂമി പോകും. അതിലേക്ക് വിടുന്നില്ല. കാര്യം എന്തുവാ? യുദ്ധങ്ങളെ കണ്ട് ജനം പേടിക്കേണ്ടെന്ന് ഓർത്ത് ചെങ്കടലിലേക്ക് നടത്തി. പിന്നെ യഹോവ ആരെന്ന് അറിയിക്കാൻ പോവുക, ചെങ്കടലിലേക്ക് നടത്തുക. ഓർക്കുക. സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ
ചിലതിൽ നമ്മൾ വീട് പോകുന്നോർത്ത് ഭയപ്പെടുമെന്നോർത്ത് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് അയക്കുന്നില്ല. ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ, ഈ 10 ബാധയ്ക്കകത്ത് വന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. 10 ബാധയും വരുമ്പോ ഓർത്തോണം, ഒരു സ്ഥലത്താ ഈ 10 ബാധയും വരുന്നത്. അവിടെ ആരെ മാറ്റി നിർത്തിക്കുക? ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കോ. അവരുടെ കുടുംബത്തിനൊന്നും ഇത് ബാധ വരുന്നില്ല. വരുന്നത് മൊത്തം ആർക്കാ? ഇസ്രായേലിനാണ്. അത്രയ്ക്ക് കരുതുന്ന ഒരു ദൈവം, അത്രയ്ക്ക് കരുതുന്ന ഒരു ദൈവം. ഇതുപോലെ കരുതുന്ന ആര് കരുതും? ഭർത്താവ് കരുതുമോ? ഭാര്യ കരുതുമോ? മക്കൾ കരുതുമോ? നാട്ടുകാർ കരുതുമോ? നേതാക്കന്മാര് കരുതുമോ? ഇല്ല. ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവം. അത്രമാത്രം ആരെ സ്നേഹിക്കുന്നത്? നമ്മളെ ഓരോ കുടുംബത്തെ സ്നേഹിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയാം, ഫെലിസ്തീന്റെ അടുത്തോട്ട് വേണ്ടത് അവർ യുദ്ധം കണ്ട് പേടിക്കും. അപ്പൊ വലിയ വിഷയത്തിലേക്കൊന്നും ആരെ കയറ്റത്തില്ല, ദൈവമക്കളെ കയറ്റത്തില്ല. ദൈവമായിട്ട് ചേർന്ന് ചെയ്താൽ മതി. ദൈവത്തിനറിയാം അവരതിനെ കണ്ട് പതറിപ്പോവും. അതുകൊണ്ട് ഇതിലേ ആയിക്കോട്ടെ. അപ്പൊ ചെറിയ ചെറിയ പതറിലെ തരത്തുള്ളൂ. ആ പതറിനെ ജയിക്കാനും ആർക്ക് കഴിയും? ഈ നാട്ടിൽ ചുറ്റുവട്ടം നോക്ക്, ഏതെല്ലാം പ്രതികൂല പ്രയാസങ്ങൾ വരുന്നു. അതിലൊന്നും പ്രവേശിക്കാതെ എന്നെ എന്റെ കുടുംബത്തെ തലമുറയെ കൊണ്ടുപോകുന്നെങ്കിൽ ദൈവത്തിന്റെ കരുതലാ, ദൈവത്തിന്റെ സ്നേഹമാ, ദൈവം നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാ. സ്തോത്രം, സ്തോത്രം. അടുത്ത വാക്യം വായിച്ച് എഴുതേക്കാം, പ്രാർത്ഥിക്കാം. കണ്ടോ, പിന്മാറി പോകുന്നോർത്ത്, വീണ്ടും മിസ്രൈമിലേക്ക് പോകുന്നോർത്ത് ദൈവം അവരെ എന്ത് ചെയ്തില്ല? മിസ്രൈമിൽ പോയാൽ എന്തുവാ? അവന്റെ അടിമയാണ്. അതിനും വിട്ടുകൊടുക്കത്തില്ല. മുന്നോട്ടുള്ള പ്രതികൂലത്തിന് വിട്ടുകൊടുക്കാതെ ദൈവം നമ്മളെ വേറെ വഴി കൂടെ. ചിലപ്പോൾ നമ്മൾ ഓർക്കത്തില്ല, ഞാൻ തീരുമാനം എടുത്തു, പക്ഷെ അവസാനം വന്നപ്പോ ആ തീരുമാനമൊന്നുമല്ല ചെയ്തത്. അല്ലാതെ ദൈവം, അതാണ് ദൈവത്തിന്റെ മെറുക്ക്. നമ്മൾ തീരുമാനിച്ച് ബുദ്ധിച്ചു വെച്ചതൊന്നും അല്ല ആര് നടത്തുന്നത്. മനുഷ്യ നാട്ടിൽ വന്നപ്പോ ഇത്രയും ദിവസം ഇന്ന കാര്യം, അതൊന്നും അല്ല നടക്കുന്നത്. അതൊന്നും നടക്കത്തില്ല. ഇതെല്ലാം നമ്മളെ ബുദ്ധി എന്നുള്ളതാ. പക്ഷെ ദൈവവൈതലിന് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതേ എന്ത് ചെയ്യത്തുള്ളൂ. അതിനെ തടയാൻ പറ്റുമോ? പറ്റത്തില്ല. സ്തോത്രം. പ്രതികൂലത്തിന്റെ മധ്യേ, പ്രതിസന്ധിയുടെ മധ്യേ വാക്ക് നൽകുന്ന, വാക്ക് പാലിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന തിരിച്ചറിയണം. സ്തോത്രം. ഒരിക്കലും ഇതിലേക്ക് തള്ളിയിട്ട് വെറുക്കുന്ന ഒരു ആമകാല ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. തള്ളിയിടുന്ന ഒരു ദൈവത്തെ അല്ല, ചേർത്ത് പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിനെ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എഴുന്നേൽക്കാം, എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിന്റെ സ്ഥലത്തേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഇന്ന് അമ്മയ്ക്ക് സ്തോത്രം. എല്ലാവരും കരം കൊടുക്കുക. അമ്മയ്ക്ക് അല്ലെങ്കിൽ സ്തോത്രം. സഹോദരന്മാരെല്ലാം ഒന്ന് കരം കൊടുക്കുക. സഹോദരന്മാരെല്ലാം ഒന്ന് കരം കൊടുക്കുക. ഇന്ന് പൂർണ്ണമായി ദൈവസ്ഥലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൂടെ. ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ. ചില കുടുംബത്തിനകത്ത് ചില ദൂതുകൾ നിവർത്തിയാവട്ടെ. സഭയ്ക്കകത്ത് നൽകുന്ന ദൂതുകൾ നിവർത്തിയാവട്ടെ. ഒന്ന് പൂർണ്ണ ഹൃദയത്തോട് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൂടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വാഗ്ദത്തം സഭയ്ക്കകത്ത് നിവർത്തിയാവട്ടെ. ദൈവസഭാഹോളിനകത്ത് നിവർത്തിയാവട്ടെ. ദൈവമക്കളുടെ മേൽ നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. ദൈവശക്തി അങ്ങോട്ട് വെളിപ്പെടട്ടെ. കർത്താവേ, അപ്പാ, സഭയ്ക്കകത്തുള്ള ദൂതുകൾ, സഭയ്ക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം ഒരുക്കട്ടെ. സഭദേശത്ത് മാനിക്കപ്പെടട്ടെ. ദൈവജനം ദേശത്ത് മാനിക്കപ്പെടട്ടെ. ദൈവമക്കൾ ദൈവദേശത്ത് മാനിക്കപ്പെടട്ടെ. ഓരോ തലമുറകൾ മാനിക്കപ്പെടട്ടെ. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പകൽ നിവർത്തിയാവട്ടെ. ആ ദൈവത്തിന്റെ ദൂതുകൾ പകൽ നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തോടും ഇന്ന് വ്യക്തിപരമായ ദൈവം ഇടപെടത്തി കർത്താവ് യേശു ഞങ്ങൾക്ക് സ്വന്തമായി ചർച്ച പോലും വേണം കർത്താവ്. ദൈവമക്കളുടെ ആവശ്യങ്ങൾ മേൽ പ്രവർത്തിക്കണോപ്പ. ദൈവമക്കളുടെ തലമുറ മേൽ ദൈവം പ്രവർത്തിക്കണോപ്പ. ഇന്ന് പകല ദൈവത്തിന്റെ ദൂത് ഉണ്ടാവട്ടെ. സഭയ്ക്കകത്ത് ഉണർവ് വെളിപ്പെടട്ടെ. ഇരട്ടി ഉണർവ് വെളിപ്പെടട്ടെ. ഇരട്ടി കൃപ വെളിപ്പെടട്ടെ. എല്ലാ മനുഷ്യ മണ്ഡലങ്ങളും ഉടയട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. സഭദേശത്ത് ദൈവമക്കൾ അവർ വസിക്കുന്ന ദേശത്ത് മാനിക്കപ്പെടട്ടെ. അനുഗ്രഹത്തോട് പുറത്തു വരട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ വേറെ തടയുവാൻ കഴിയത്തില്ലല്ലോ. ഇന്ന് പകല ദൂത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ.
ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവുന്നതിനായി സ്തോത്രം. എന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിനകത്ത് ദൈവമക്കൾ മേലും വിദേശമുള്ള ദൈവമക്കൾ മേലും വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിനകത്ത് അവരിരിക്കുന്ന സാഹചര്യത്തിൽ മേലും ഇന്ന് ദൈവത്തിന്റെ കൃപ വെളിപ്പെടാട്ട്, ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാട്ട്, പരിശുദ്ധാത്മാവിന്റെ ദൂത് വെളിപ്പെടാട്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാട്ട്, അത്ഭുതങ്ങൾ വെളിപ്പെടാട്ട്. ഇന്ന് പകല് ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. ഒരുക്കുന്ന ദൈവത്തിന്റെ സഭയുടെ എല്ലാ ആവശ്യത്തിന്മേലും പ്രവർത്തിക്കട്ടെ. അപ്പ സഭയുടെ എല്ലാ ആവശ്യത്തിന്മേലും പ്രവർത്തിക്കട്ടെ. ദൈവമക്കളെല്ലാ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കട്ടെ. തലമുറമേൽ പ്രവർത്തിക്കട്ടെ. അവരുടെ പോക്കിന്മേൽ പ്രവർത്തിക്കട്ടെ. വരവിന്മേൽ പ്രവർത്തിക്കട്ടെ. അവരുടെ ആരോഗ്യത്തിന്മേൽ പ്രവർത്തിക്കട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിന്മേൽ പ്രവർത്തിക്കട്ടെ. അവരെ ശാരീരികമായി മാനസികമായി അനുഗ്രഹിക്കട്ടെ. സമ്പത്താൽ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവത്തിന്റെ നന്മകളും അബ്രഹാം പിതാവ് പുത്രനും അബ്രഹാം പിതാവിന്മേൽ കൊടുത്തിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് സഭയ്ക്കകത്ത് ദൈവജനത്തിലേക്ക് അത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. കൃപകളെ നിറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കരങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചേ, ദൈവത്തെ മഹത്വപ്പെടുകയും സ്തോത്രം. അതേ നിപ്പിൽ തന്നെ നമ്മൾ ഓരോ കുടുംബത്തിനായി വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഓരോ കുടുംബത്തിനായി വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന്